ബസ്സുകൾ നടത്തിയിരുന്ന മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. റൂറൽ SP ബസ് ഉടമകളും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പതിനൊന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് ജീവപര്യന്തവും 54 വർഷം കഠിന തടവ് ശിക്ഷ. പോർക്കുളം സ്വദേശി സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. മുല്ലശ്ശേരി അന്നകര കടാന്തോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ വീട്ടുകാർ ദുരിതത്തിൽ. ചാവക്കാട് ഒറ്റത്തങ്ങ് തെക്കഞ്ചേരി റോഡിലെ വെള്ളക്കെട്ട് തുടരുന്നു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ നീക്കം ചെയ്തു തുടങ്ങി. മുരളി പെരുന്നെല്ലി MLA യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബണ്ട് നീക്കം ചെയ്യുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി മേലൂരിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയുടെ 40,000 രൂപ നഷ്ടപ്പെട്ടു. തെക്കൻ ട്രീസയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ഇത് സംബന്ധിച്ച് സൈബർ പോർട്ടലിൽ പരാതി നൽകി. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവർ ഗൂഗിൾ പേ നമ്പറുകളിലേക്ക് പണം അയച്ചത്. ബാങ്ക് അക്കൌണ്ടിലുള്ള 2,60,000 രൂപയും അയച്ചു കൊടുക്കണമെന്നായിരുന്നു പോലീസാണെന്ന് പരിചയപ്പെടുത്തി ഹിന്ദിയിൽ ഇവരോട് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ മുതൽ തട്ടിപ്പു സംഘം വീഡിയോ കോളിൽ ബന്ധപ്പെട്ടിരുന്നു. ട്രീസയുടെ പേരിൽ ഫെഡറൽ ബാങ്കിലുള്ള പണം മൊത്തമായി ഡൽഹിയിലെ സന്ദീപ് കുമാർ എന്ന ക്രിമിനൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു തട്ടിപ്പ് സംഘം പറഞ്ഞത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും പണം മുഴുവൻ സർക്കാർ അക്കൌണ്ടിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചു. അവർ നൽകിയ അക്കൌണ്ടുകളിലേക്ക് പണം അയക്കാൻ വീട്ടമ്മ ചെന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് നടന്നില്ല. വീണ്ടും വീഡിയോ കോളിലൂടെ ഗൂഗിൾ പേ വഴി പണം അയക്കാൻ ആവശ്യപ്പെട്ടതോടെ 40,000 രൂപ അയച്ചു നൽകി. പിന്നീട് അയൽവീട്ടുകാരോട് വിവരം അറിയിച്ചപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായതും കൊരട്ടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. നേരത്തെ ഡൽഹിയിൽ നഴ്സായിരുന്ന ട്രീസ ബന്ധുവായ സ്ത്രീയുടെ കൂടെയാണ് കുവക്കാട്ടുകുന്നിൽ താമസിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് റോഹൻ കുമാർ. നിങ്ങളുടെ പൊസിഷൻ എന്താണ്? എൻ്റെ പൊസിഷൻ ഓഫീസറാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ എന്തിനാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഫോണിലെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ ഓറായ ഹുവാ ഹെ, അതുകൊണ്ട് നമ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ നമ്പർ വന്നതിൽ നിന്ന് അവര് വേറെ ബാങ്ക് അക്കൗണ്ട് എടുത്തു. നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് അക്കൗണ്ട് എടുത്തു. ആ അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ പൈസ ഈ സന്ദീപ് കുമാർ എന്ന് പറയുന്നവനാണ് കൊള്ളക്കാരൻ, തട്ടിപ്പുകാരൻ. അവൻ പറഞ്ഞു അവന്റെ എടുക്കുന്നതിൽ നിന്നുള്ള പെർസെന്റേജ് കമ്മീഷൻ ഈ ഇതിലിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കേ, എവിടാണെന്ന് വെച്ചാൽ നിങ്ങൾ പിടിച്ചോ, എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നമ്പരും ഇല്ല. ഞാൻ ആരുടെ 5 പൈസ മേടിച്ചിട്ടുമില്ല, മേടിക്കത്തുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് പറഞ്ഞു, സുനിൽ കുമാർ പറഞ്ഞു, ചേച്ചി ഹമാരാ സാത്ത് ചേച്ചിയോട് ഫോണിൽ വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുന്നത് ഏത് വേഷത്തിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഫുൾ ഒരു SIയുടെ ഫുൾ ഡ്രസ് യൂണിഫോം. നമ്മൾ ആരും കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതായത് ഇവർ ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്, ഓൺലൈൻ തട്ടിപ്പുകാരാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആൾക്കാരെ എല്ലാം അറിയാം. ഞാൻ ഇത്രയും കാലവും നോർത്ത് ഇന്ത്യ ജീവിച്ചതാണ്. എനിക്ക് നല്ലപോലെ എല്ലാം അറിയാം. പക്ഷെ ഇവരിൽ എനിക്കൊരു സംശയവും വന്നില്ല. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ മിന്നൽ ബസ് സമരം പിൻവലിച്ചു. റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി പിൻവലിച്ചത്. പോലീസ് നടപടികളിൽ പരിശോധന നടത്താമെന്ന് SP അറിയിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ചേർപ്പ് പോലീസ് ജീവനക്കാരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെന്നാരോപിച്ചാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഈ റൂട്ടിൽ കരുവന്നൂർ വലിയ പാലത്തിൽ വെച്ച് ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ വീഡിയോയിൽ യുവാവിനെ മോശമായി ചിത്രീകരിച്ച് ബസ് ജീവനക്കാർ പ്രചാരണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് യുവാവ് ചേർപ്പ് പോലീസിൽ പരാതി നൽകുകയും പരാതിയിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്നായിരുന്നു ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. 11 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് ജീവപര്യന്തം തടവും 54 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പോർക്കുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS. ബിനോയ് കോടതിയിൽ ഹാജരായി.
മുല്ലശ്ശേരി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന അന്നക്കര കടാന്തോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ കുടുംബങ്ങൾ ദുരിതത്തിലായി. പഞ്ചായത്ത് അധികൃതർക്കും MLAയ്ക്കും പലതവണ പരാതി കൊടുത്തിട്ടും നടപടിയായില്ലെന്ന് വീട്ടുകാർ. പതിനഞ്ചോളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ഈ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നത്. കടാന്തോട് കരകവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് ഏകദേശം 8 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് നിലവിൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. ഒന്നിനും പകലാത്തൊരവസ്ഥയായി. ഞങ്ങൾ വീടിന്റെ സൈഡാണെങ്കിൽ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. പല പ്രാവശ്യം പഞ്ചായത്തിനും പ്രസിഡന്റിനോടും MLAയ്ക്ക് കത്ത് വെച്ചു എല്ലാം ചെയ്തു, എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല. അതിനൊരു വിഷമമുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോണ കാരണം ഭയങ്കര ടെൻഷനിലാണ് ഇപ്പോഴത്തെ ജീവിതം. പഞ്ചായത്തായാലും മുരളി പെരുന്നെല്ലി ആയാലും ആരായാലും പ്രധാനമന്ത്രി ആയാലും സുരേഷ് ഗോപി ആയാലും ആരായാലും ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നാൽ മതി. ഇവിടെ നിന്ന് ഇട്ട് അവിടെ വരെ ഒന്ന് കെട്ടി തന്നാൽ മതി. വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യണ്ട. ജില്ലാ ഭരണകൂടവും സർക്കാരും ഈ കുടുംബങ്ങൾക്ക് വേണ്ട സംരക്ഷണ മാർഗം ഒരുക്കണമെന്നും ദുരിതമനുഭവിക്കുന്ന ഈ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കുമാർ അപ്പു, ജനറൽ സെക്രട്ടറി മിഥുൻ വൃന്ദാവനം, വൈസ് പ്രസിഡന്റ് S മിജീവ് എന്നിവർ അറിയിച്ചു. പഞ്ചായത്ത് അധികൃതർ അവഗണന തുടരുകയാണെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. TCV പാവറട്ടി. മഴയ്ക്ക് ശമനമായെങ്കിലും ചാവക്കാട് നഗരസഭയിലെ ഒറ്റത്തിങ്ങ് തെക്കഞ്ചേരി റോഡിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ഒരുമനിയൂർ പഞ്ചായത്തിനെയും ചാവക്കാട് നഗരസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് 2 വർക്ക്ഷോപ്പുകൾ അടച്ചു. വെള്ളം ഒഴുകിപ്പോകുന്ന കനോലി കനാലിൽ പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം കറുപ്പ് നിറമായി ദുർഗന്ധം വമിക്കുന്നുമുണ്ട്. മരങ്ങൾ വീണ് കിടക്കുന്നതും കച്ചറകളൊക്കെ കൂടിയിട്ട് ആ പാലത്തിന്റെ അവിടെ കടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കുള്ള ശക്തമായിട്ടുള്ള ഒഴുക്കില്ലാത്തത് ഇവിടെ. ഇതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ പോലെ വെള്ളം പാസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും വേറെ ഇല്ല. പിന്നെ നമ്മളെ ബാക്കിലാണ് ഹൈവേ കാറിലൊക്കെ വരുന്നത്. അപ്പോൾ അവിടുത്തെ പുഴ ഒന്ന് അടച്ച് നൈസായിട്ടൊന്ന് അടച്ച് എന്നാൽ പണിക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയൊരു ഓളം ഇട്ട് കൊടുത്തുള്ള ഈ ഒരു വീതിയിൽ. അപ്പോൾ അതിൽ കൂടെ അധികം വലിയ ഒഴുക്കിൽ വെള്ളം പാസ് ചെയ്യണില്ല. പിന്നെ ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ വേറെ എടുക്കുമ്പോൾ വെള്ളം പോകാനില്ല, പാസ് ചെയ്യാനില്ല. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങി. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ട്രെഡ്ജർ എൽത്തുരത്തിൽ നിന്നും എത്തിച്ചാണ് താൽക്കാലിക വളയം ബണ്ടുകൾ പൊളിച്ചു നീക്കുന്നത്. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ തുടങ്ങിയതായി MLA മുരളി പെരുന്നെല്ലി അറിയിച്ചു. 2010 പ്രളയം പോലെ പരിസരമാകമാനം തന്നെ പ്രളയമായിരുന്നില്ല. ഈ കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശത്തെ 2 പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിലാണ്, 4-5 വാർഡുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏതായാലും പരിഹാരം നമ്മളിപ്പോൾ താൽക്കാലിക പരിഹാരം, വെള്ളക്കെട്ടിന് താൽക്കാലികമായ പരിഹാരം ഉണ്ടായി. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നതിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മുല്ലശ്ശേരി KLDC കനാലിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് വളയം ബണ്ടിന്റെ ഒരു ഭാഗം പൊളിച്ചിരുന്നു. താൽക്കാലിക വളയം ബണ്ട് അശാസ്ത്രീയമായി പൊളിച്ചതിനെതിരെ അപ്പോൾ തന്നെ പ്രാദേശികമായി പ്രതിഷേധം ഉയർന്നുവെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. മഴ തുടർന്നതോടെ ഇടിയഞ്ചിറയിലെ ജലനിരപ്പ് ഉയർന്നതോടെ തണ്ണീർക്കായൽ പരിസരത്തും തിരുനെല്ലൂർ മേഖലയിലുള്ള നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാവുകയും പ്രതിഷേധമുയരുകയും ചെയ്തു. പെരിങ്ങാട് റോഡ്, മുല്ലശ്ശേരി പാടൂർ റോഡ് എന്നിവിടങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ 10 ദിവസമായി നേരിട്ടത്. പ്രതിഷേധം ശക്തമായതോടെയാണ് കഴിഞ്ഞ ദിവസം MLA ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നടപടി സ്വീകരിച്ചത്. TCV ന്യൂസ്, പാവറട്ടി. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. ചില യാത്രകൾ,
ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവൽ റോക്കി കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ പടന്നയിൽ ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണൽ കയറ്റി പോകുന്ന ടോറസ് ലോറികൾ ജനജീവിതത്തെ ബാധിച്ചതിനെ തുടർന്ന് നടന്ന ഒത്തുതീർപ്പ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. അമിത ഭാരം കയറ്റിയ ലോറികൾ കടന്നുപോകുന്നതിനെ തുടർന്ന് പ്രദേശത്ത് റോഡുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നതായി ആരോപിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസം മണൽ ലോറികൾ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീതയുടെ സാന്നിധ്യത്തിൽ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികളുമായാണ് ചർച്ച നടത്തിയത്. ടോറസ് ലോറികൾ കടന്നുപോകുന്നതിനെ തുടർന്ന് തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക, കേടുപാടുകൾ സംഭവിച്ച വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിച്ചത്. എന്നാൽ ആദ്യത്തെ 2 ആവശ്യങ്ങൾ അംഗീകരിച്ച കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികൾ വീടുകളുടെ അറ്റകുറ്റപ്പണി, ടോറസ് ലോറി ഒഴിവാക്കൽ എന്നീ ആവശ്യങ്ങളിൽ തങ്ങളുടെ മേലധികാരികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചതോടെ ചർച്ച ഒത്തുതീർപ്പാകാതെ പിരിഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി.എസ്. ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ.എസ്. കൈസാബ്, ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗുരുവായൂർ കെ.എസ്.ആർ.ടി.സിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പൊതുമരാമത്ത് വിഭാഗം നടത്തുമെന്ന് N.K. അക്ബർ എം.എൽ.എ. പറഞ്ഞു. ഗുരുവായൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. കെ.എസ്.ആർ.ടി.സി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ആത്മാർത്ഥതയും താൽപര്യവും കാണുന്നില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഗതാഗത മന്ത്രിയും ഇടപെട്ടാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഗുരുവായൂരിൽ ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം അടുത്ത ദിവസം നടക്കും. ഡിപ്പോയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗവും ഒരുക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ ആരംഭിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. എം.എൽ.എ. ഫണ്ടിൽ നിന്ന് 7.24 ലക്ഷം ചിലവിട്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നത് ഗുരുവായൂരിലാണ്. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ.പി. രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ കെ.കെ. നിബു, സംഘടനാ പ്രതിനിധികളായ കെ.കെ. ഷിജു, ടി.കെ. പ്രഹ്ലാദൻ, എ.എസ്. ശ്രീജിൽ, കെ. അബ്ദുൽ സലാം, കെ. സത്യപാൽ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് യുവാക്കൾക്ക് വെട്ടേറ്റു. വടക്കേക്കാട് സ്വദേശികളായ പ്രണവ്, റെനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. പുന്നൂർക്കുളം സ്വദേശി ഷിഫാനും മറ്റു 2 പേരും ചേർന്നാണ് ആക്രമിച്ചത്. വെട്ടേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാലാങ്കല്ലിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്നാണ് പോലീസ് വിശദീകരണം. മകനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ വീണ് പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചെങ്ങാലൂർ കുണ്ടുകടവ് നാനാട്ടി വീട്ടിൽ വിജയന്റെ ഭാര്യ 55 വയസ്സുള്ള സതിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെങ്ങാലൂരിൽ വെച്ചായിരുന്നു സംഭവം. ഡോക്ടറെ കാണുന്നതിന് മകനോടൊപ്പം പോകുന്നതിനിടെ ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു. 1 കോടിയോളം രൂപ ചെലവഴിച്ച് മുസിരിസ് പൈതൃക പദ്ധതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയ സിനഗോഗിന്റെ മേൽക്കൂര അപകടാവസ്ഥയിലാണെന്ന് സൂചന. മേൽക്കൂരയുടെ ഇരുവശങ്ങളും വളഞ്ഞ നിലയിലാണ്. നിരവധി പേർ സന്ദർശിക്കുന്ന സിനഗോഗിന്റെ സുരക്ഷ സംബന്ധിച്ച് പരിശോധന നടത്തി ആവശ്യമെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നാണ് ആവശ്യം. മേൽക്കൂരയുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അറ്റകുറ്റപ്പണികൾക്കായി പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും മഴക്കാലം കഴിയാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും മുസിരിസ് MD അറിയിച്ചതായി മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്ന് വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് തട്ടുകട അടപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. യാത്രാസംഘം വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു. കുട്ടികളടക്കമുള്ളവർ ഭക്ഷണം കഴിച്ചിരുന്നു.
യാത്രാ സംഘത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കടയിൽ പരിശോധന നടത്തി. തുടർന്ന് തട്ടുകടയിലേക്ക് ഭക്ഷണം ഒരുക്കുന്ന നെന്മണിക്കരയിലും ചെങ്ങാലൂരുമുള്ള കടയുടമസ്ഥരുടെ വീടുകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് അധികൃതരും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘം പരിശോധന നടത്തി. മോശമായതും വൃത്തിഹീനവുമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് അധികൃതർ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ഡാണ ബസ് സ്റ്റാൻഡ് റോഡിൽ തകർന്ന സ്ലാബ് മാറ്റുന്നതിനുള്ള നടപടി നഗരസഭ ആരംഭിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം കാനയ്ക്ക് കുറുകെയിട്ടിരുന്ന കോൺക്രീറ്റ് സ്ലാബ് കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ ഡാണാവിലേക്ക് പോകുന്ന നഗരസഭയുടെ പ്രധാനപ്പെട്ട റോഡിലാണ് സംഭവം. മഴക്കാലമായതിനാൽ അപകട ഭീഷണി നിലനിൽക്കുന്നതായും പൊട്ടിയ സ്ലാബ് മാറ്റി സ്ഥാപിക്കണമെന്നും വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതിനെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി സ്ലാബ് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ലംഘനം. പെർമിറ്റ് ലംഘിച്ച 3 ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന കൃഷ്ണാസിന്റെ 2 ബസ്സുകളും മംഗലത്ത് ബസ്സുമാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ പി വി ബിജു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. രാത്രിയിൽ ബസ് സർവീസ് നടത്താത്തതുമൂലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. കാട്ടൂർ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് കൃഷ്ണാസിന്റെ 2 ബസ്സും വെള്ളാനിയിലുള്ള മംഗലത്തിന്റെ ഷെഡിൽ നിന്നുമാണ് മറ്റൊരു ബസ്സും പിടികൂടിയത്. 3 ബസ്സുകളുടെ ഉടമസ്ഥരിൽ നിന്നായി 30,000 രൂപയും പിഴ ഈടാക്കി. ഗുരുവായൂർ ഫാംഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 50ആയി. 15 കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് ടെമ്പിൾ പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടുള്ളത്. കിഴക്കേ നടയിലുള്ള സ്ഥാപനത്തിൽ പരിശോധന നടത്തി പോലീസ് രേഖകൾ കണ്ടെടുത്തു. അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ താക്കോലുകളും പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം സ്ഥാപനത്തിൽ 300 നിക്ഷേപകരാണ് ഉള്ളതെന്ന ജീവനക്കാരുടെ വാദം തെറ്റാണെന്ന് പോലീസ് പറഞ്ഞു. 1000-ഓളം നിക്ഷേപകരുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചെന്നൈയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 16 ബ്രാഞ്ചുകളാണ് സ്ഥാപനത്തിനുള്ളത്. ഇടപാടുകാരെ സ്ഥാപനത്തിലെ മെമ്പർമാരാക്കിയ ശേഷം 12.5% പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. 6 മാസമായി പലിശ ലഭിക്കാതിരിക്കുകയും ഫാംഫെഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അറസ്റ്റിലാവുകയും ചെയ്തതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി എത്തിയത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 6-ാം നമ്പർ അങ്കണവാടിയിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സനൽ മന്നളി അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കർ കെ ജയ, ഹെൽപ്പർ നിഷ തോമസ്, CDS അംഗം റോസ്മേരി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മൂന്നാം വാർഡ് പൊതുമരാമത്ത് റോഡിലെ വെള്ളക്കെട്ടാണ് വിദ്യാർത്ഥികൾക്ക് ദുരിതമായി മാറുന്നത്. കുട്ടികളെ രക്ഷിതാക്കൾ കൈപിടിച്ച് നടത്തി വേണം സ്കൂളുകളിൽ എത്തിക്കാൻ. കാന നിർമ്മാണത്തിലെ അപാകത മൂലമാണ് വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത്. വെള്ളം ഒഴുകി പോകേണ്ട തോടുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് റോഡിലൂടെ സ്കൂളുകളിലേക്ക് പോകുന്നത്. മഴക്കാല പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ജലനിരപ്പ് 27 അടിയായി ഉയർന്ന സാഹചര്യത്തിലാണ് ഒന്നാംഘട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ജലനിരപ്പ് 28 അടിയായാൽ ഷട്ടറുകൾ അടിയന്തരമായി തുറക്കും. മണ്ഡലത്തിലെ തന്റെ നേട്ടങ്ങളായി MLA സനീഷ് കുമാർ ജോസഫ് പുറത്തിറക്കിയ വികസന രേഖ വ്യാജരേഖയാണെന്ന് LDF മണ്ഡലം കമ്മിറ്റി. മുൻ MLA BD ദേവസി 15 വർഷം കൊണ്ട് നടപ്പാക്കിയതും കൊണ്ടുവന്നതുമായ പദ്ധതികളാണ് MLA വികസന രേഖയായി ചിത്രീകരിക്കുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 10 കോടി രൂപ ചെലവിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നു. പോട്ട പറമ്പിള്ളി കോളേജിന് സമീപം ദേശീയ നിലവാരത്തിലെ പ്ലാനറ്റേറിയവും റീജിയണൽ സയൻസ് സെന്ററും നിർമ്മിച്ചതും മുൻകാലത്താണ്. 58 കോടി രൂപ ചെലവ് വരുന്ന അതിരപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതിയും മുൻ MLAയുടെ കാലഘട്ടത്തിലാണെന്ന് LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI നേതാവ് PM വിജയൻ, കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള പൊയ്യയിൽ പുതിയ ലോ കോളേജിന് അംഗീകാരമായി. CFA കോളേജ് ഓഫ് ലോ എന്ന സ്ഥാപനത്തിനാണ് സംസ്ഥാന സർക്കാർ, ഇന്ത്യൻ ബാർ കൌൺസിൽ, കാലിക്കറ്റ് സർവകലാശാല എന്നിവയുടെ അംഗീകാരം ലഭിച്ചത്. BBA, LLB, BCom, LLB എന്നീ 2 പഞ്ചവത്സര കോഴ്സുകളിലായി 60 വീതം വിദ്യാർത്ഥികൾക്കാണ് ആദ്യ വർഷം പ്രവേശനം നൽകുന്നതെന്ന് മാനേജർ PJ മാത്യു, പ്രിൻസിപ്പൽ ഡോക്ടർ BS സെബാസ്റ്റ്യൻ എന്നിവർ അറിയിച്ചു. പൊയ്യയിലെ ലോ കോളേജ് പാവപ്പെട്ടവർക്കും ലോകോത്തര നിലവാരത്തിൽ പഠിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചുവെന്നും മാനേജർ PJ മാത്യു അറിയിച്ചു. പഴയന്നൂർ സ്വദേശി അബുദാബിയിൽ അപകടത്തിൽ മരിച്ചു. കുമ്പളക്കോട് വടക്കേക്കര മല്ലംപാറയ്ക്കൽ ബാലന്റെ മകൻ 42 വയസ്സുള്ള മനോജാണ് മരിച്ചത്. വർക്ക്ഷോപ്പ് മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. വന്യജീവികൾക്ക് കാടിനകത്തു തന്നെ ഭക്ഷണം ലഭ്യമാക്കുന്ന ഫുഡ് ഫുഡർ വാട്ടർ പ്രോഗ്രാം വ്യാപകമാക്കാൻ വനംവകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ വനം ഡിവിഷനുകളെ പോലെ ഈ മാസം 15 മുതൽ വിത്തെറിയൽ ദൗത്യം വാഴച്ചാൽ, ചാലക്കുടി പരിധിയിലും നടക്കും. സാധാരണ മണ്ണ്, എക്കൽ മണ്ണ്, ചാണകം എന്നിവ അടങ്ങിയ മിശ്രിതത്തിൽ മരങ്ങളുടെ വിത്ത് വച്ച് വനത്തിനകത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രദേശങ്ങളിൽ വിതറുന്നതാണ് പദ്ധതി. ആയിരക്കണക്കിന് വിത്തുകളാണ് ഇത്തരത്തിൽ കാട്ടിൽ നിക്ഷേപിക്കുന്നത്. ഇവ സ്വാഭാവിക വളർച്ച കൈവരിച്ച് 4-1 വളരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മുൻ വർഷങ്ങളിൽ സാധാരണ രീതിയിൽ വിത്ത് റിയൽ പദ്ധതി നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വലിയ തോതിൽ സംരംഭമാക്കി മാറ്റുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് കാടിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണിത്. ഉങ്ങ്, മ്ലാവ്, കാട്ടുപ്ലാവ്, മുള, മുട്ടപ്പഴം, പുന്ന, ആഞ്ഞിലി തുടങ്ങിയ വിത്തുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. വനം വകുപ്പ് ജീവനക്കാർ, വാച്ചർമാർ, VSS പ്രവർത്തകർ എന്നിവർ അടങ്ങിയ സംഘമാണ് കാട്ടിൽ വിത്ത് വിതയ്ക്കുക. ജൂൺ 15 ആരംഭിക്കുന്ന ദൗത്യം ആഗസ്റ്റ് അവസാനം വരെ നീണ്ടു നിൽക്കും. വാഴച്ചാൽ ഡിവിഷനിൽ ചൂഴിമേട്, ഓടക്കയം എന്നിവിടങ്ങളിലും ചാലക്കുടി ഡിവിഷനിൽ പാലപ്പിള്ളി, മുപ്ലിയം, വരന്തരപ്പള്ളി, ചായ്പൻകുഴി എന്നിവിടങ്ങളിലാണ് ഫുഡ് ഫുഡർ വാട്ടർ പ്രോഗ്രാം നടക്കുന്നത്. TCV ചാലക്കുടി. തൃശൂർ കോർപ്പറേഷൻ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിലെ അങ്കണവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് താറമ്പ് രാമകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തന്റെ 84ാം ജന്മദിനത്തിൽ കുട്ടികൾക്കൊപ്പം ആയതിലെ സന്തോഷം പങ്കുവച്ച അദ്ദേഹം കുട്ടികൾക്ക് മിഠായികളും സമ്മാനിച്ചു. ഡിവിഷൻ കൗൺസിലർ സുനിത വിനു, മുൻ ഡിവിഷൻ കൗൺസിലർ A പ്രസാദ് എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര താന്യം ചൈതന്യ അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർ KB അഞ്ജു, ഹെൽപ്പർ ഗീത, ആശാ വർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കില്ലത്ത്, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത മേജർ രാഹുലിന് കോൺഗ്രസിന്റെ ആദരം. പുത്തൂർ സ്വദേശി പൂലിവളപ്പിൽ രവീന്ദ്രനാഥന്റെ മകൻ മേജർ രാഹുലിനെയാണ് വീട്ടിലെത്തി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആദരിച്ചത്.
മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിനായ് സുബ്രഹ്മണ്യൻ, വാർഡ് മെമ്പർ ബിന്ദു സേതുമാധവൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വേലൂർ RMLPSൽ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ആൻസി സിജോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വാർഡംഗം ബിന്ദു ശർമ്മ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിക്കുന്നതിന് നേരിടുന്ന കാലതാമസം പരിഹരിക്കണമെന്ന് ജില്ലാ കളക്ടറുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ ബഡ്സ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വേഗത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, സീരിയസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് MJ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാത്രമല്ല സ്കൂളായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റേത് അംഗൻവാടി ആയാലും മറ്റേത് പ്രോഗ്രാം ആയാലും വളരെ സപ്പോർട്ടല്ല. അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി കോർഡിനേറ്റർ KR സുകുമാരൻ അധ്യക്ഷനായി. അരിമ്പൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ, അംഗനവാടി വർക്കർ സലിജ സന്തോഷ്, KR ബാബുരാജ്, വയോജന ക്ലബ്ബ് സെക്രട്ടറി ലില്ലി റാഫേൽ, പ്രസിഡന്റ് സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിത്തന്നതിലും ദേശീയ ശ്രദ്ധയിലെത്തിച്ചതിനും നേതൃപരമായ പങ്കുവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ആദരിച്ചു. സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ പൊന്നാട അണിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, പഞ്ചായത്ത് അംഗം KS സൂരജ് തുടങ്ങിയവർ സന്നിഹിതരായി. ചിറക്കൽ മാട്ടുമ്മൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. ചിറക്കൽ പാലം പണിയുടെ ഭാഗമായി തൃപ്രയാർ ചേർപ്പ് റോഡ് താൽക്കാലികമായി അടച്ചതോടെ ഈ പ്രദേശത്തുള്ളവർക്ക് ചേർപ്പ് തൃശൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ്. കോൺഗ്രസ് ചാടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KK രാജേഷ്, CM പരമശിവൻ, അശോകൻ കോമത്തുകാട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് ചാത്തങ്കുളം റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് വയോധികന് പരിക്കേറ്റു. ഇരിങ്ങപ്പുറം പള്ളത്തുവീട്ടിൽ വേണുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,080 രൂപ, പവന് 72,640 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,672 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മേലൂരിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വീട്ടമ്മയുടെ 40,000 രൂപ നഷ്ടപ്പെട്ടു. 1.5 ദിവസത്തോളം വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റിലാക്കിയാണ് പണം തട്ടിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയിരുന്ന മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. റൂറൽ SP ബസ് ഉടമകളും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. 11-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് ജീവപര്യന്തം 54 വർഷം കഠിന തടവിന് ശിക്ഷ. പോർക്കുളം സ്വദേശി സന്തോഷിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. മുല്ലശ്ശേരി അന്നകര കടാന്തോട് കരകവിഞ്ഞൊഴുകിയതോടെ സമീപത്തെ വീട്ടുകാർ ദുരിതത്തിൽ. ചാവക്കാട് ഒറ്റത്തെങ്ങ് തെക്കഞ്ചേരി റോഡിലെ വെള്ളക്കെട്ട് തുടരുന്നു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക വളയം ബണ്ടുകൾ നീക്കം ചെയ്തു തുടങ്ങി. മുരളി പെരുന്നൽ MLA യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബണ്ട് നീക്കം ചെയ്യുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.